ഹലോ, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തിരുവല്ല. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് മിൻസ്ട്രോളാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാവ് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 2 കപ്പ് സെൽഫ് റൈസിങ് ഫ്ലോറാണിത്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നമുക്ക് നോക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം ഒഴിച്ച് പതുക്കെ ഇത് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് കുഴക്കുന്നത്. ഇത് ശരിക്കും ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പോലെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇനി ഞാനിത് നിങ്ങളെ കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. മാവ് ഞാൻ കുഴച്ചെടുത്തു. അതിൻ്റെ മേലെ ഞാനൊരു ശക്കല ഒലിവ് ഓയിലും കൂടെ ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. മിൻസ്ട്രോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ 1/2 കിലോ പോർക്ക് മീൻസാണിത്. ഇത് ഞാൻ ഇതിലേക്ക് ഇടുവാണ്. ഇത് 3 പൊട്ടാറ്റോ ഉപ്പിട്ട് പുഴുങ്ങി മാഷ് ചെയ്തെടുത്താണ്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ 2 ക്യാരറ്റ് പീൽ ചെയ്തെടുത്താണ്. ഇതും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇത് ഒരു ഒനിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുവാണ്. ഇത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുവാണ്. ഒറിഗാനോ ഞാനിവിടെ 1 സ്പൂണ് ഇട്ട് കൊടുക്കുവാണ്. പെപ്രിക്ക 1 സ്പൂണ്. ജിഞ്ചറിൻ്റെ പൊടി 1 സ്പൂണ്. ഗാർലിക് പൗഡർ 1 സ്പൂണ്. റെഡ് ചില്ലി പൗഡർ 1 സ്പൂണ്. പെപ്പർ പൗഡർ 1 സ്പൂണ്. ഗരം മസാല 2 സ്പൂണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂണ് ഒലിവ് ഓയിൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഇനി കാണിക്കാം. മിൻസ് മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിത്
സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്കിനി ഇത് പരത്തിയെടുക്കാം. മാവ് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് പരത്തിയെടുക്കാം. ഞാനിതിനെയും പരത്തിയെടുക്കാൻ പോവാണ്. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെയാണ്, പക്ഷേ എങ്കിൽ ഒരെണ്ണമായിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഒരു ഷീറ്റായിട്ട് ഞാനിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ഞാൻ അതിലേക്ക് പോർക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പോവാണ്. ഞാൻ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഷീറ്റിലേക്ക് ഞാൻ മീൻസ് ഫില്ലിങ് മൊത്തം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ റോൾ ചെയ്തെടുക്കാം. ഇത് ഓരോ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമുക്കിത് ഓവനിൽ വെച്ചാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത്. ഇത് ഓവൻ ട്രേയിലേക്ക് മാറ്റാം. ഞാനിതിനകത്തൊരു ടിൻ ഫോയിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഷീറ്റിലേക്ക് മൊത്തം ഒന്ന് ആക്കി കൊടുക്കാം. ഇത് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. മൊത്തം എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു. നമ്മുടെ റോൾസ് എല്ലാം ഓവനിൽ വെക്കാൻ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓവനിൽ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിത് ബേക്ക് ചെയ്യാൻ വെക്കാൻ പോവാണ്. പോർക്ക് മിൻസ്ട്രോൾ ഞാൻ ഓവനകത്തുനിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് 25 മിനിറ്റ്സ് എടുത്തു ബേക്ക് ആക്കാനായിട്ട്. ഞാൻ അതിനകത്ത് ഒരു ഹാഫ് ലെമൺ കൂടി സ്ക്വീസ് ചെയ്ത് ചേർക്കുവാണ്. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകും. അങ്ങനെ നമ്മുടെ പോർക്ക് മിൻസ്ട്രോൾ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സലാഡും കൂടെ ഉണ്ടാക്കി ഇത് നമുക്ക് ലഞ്ചായിട്ട് കഴിക്കാനായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.